കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ശശി തരൂർ തർക്കം പുതിയ തലത്തിലേക്ക്. ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത നിർണായകമായ കേരള നേതാക്കളുടെ യോഗത്തിൽ നിന്ന് ശശി തരൂർ വിട്ടുനിന്നത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. തരൂരിനെ അവഗണിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇടപെട്ടു. തരൂരിനെ ആരും അവഗണിച്ചിട്ടില്ലെന്നും അവഗണിച്ചു എന്നത് അദ്ദേഹത്തിന്റെ വെറുമൊരു തോന്നൽ മാത്രമാണെന്നുമാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളെ അറിയിച്ചത്. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ തരൂർ പങ്കെടുക്കാതിരുന്നതിനെ ഗൗരവത്തോടെ കാണുന്ന ഹൈക്കമാൻഡ് ആശയവിനിമയത്തിൽ വന്ന പിഴവുകൾ പരിശോധിക്കുമെന്നും ഉറപ്പ് നൽകി. യോഗത്തിൽ പങ്കെടുപ്പിക്കേണ്ട നേതാക്കളുടെ മുൻകൂട്ടി തയ്യാറാക്കിയ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല എന്നതാണ് രാഹുൽ ഗാന്ധി നൽകിയ സാങ്കേതിക വിശദീകരണം. ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ടാണ് തരൂരിന് ക്ഷണം ലഭിക്കാതെ പോയതെന്നും ഇത് ബോധപൂർവമായ ഒരു ഒഴിവാക്കലല്ലെന്നും രാഹുൽ വ്യക്തമാക്കി. എന്നാൽ കേരളത്തിലെ മുതിർന്ന നേതാക്കളും എംപിമാരും പങ്കെടുത്ത യോഗത്തിൽ നിന്ന് തരൂരിനെ പോലൊരു നേതാവിനെ എങ്ങനെയാണ് മറന്നു പോയതെന്ന ചോദ്യം തരൂർ അനുകൂലികൾ ഉയർത്തുന്നുണ്ട്. മനഃപൂർവ്വം അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കമാണിതെന്ന് ഇവർ ആരോപിക്കുന്നു. വിഷയം വിവാദമായ പശ്ചാത്തലത്തിൽ കോഴിക്കോട് വെച്ച് ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കി. പുറത്തുവരുന്ന വാർത്തകളിൽ ചിലത് സത്യമാണെന്നും എന്നാൽ പലതും തെറ്റാണെന്നുമാണ് തരൂർ പ്രതികരിച്ചത്. തന്നെ സംബന്ധിച്ച കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയല്ല മറിച്ച് പാർട്ടി നേതൃത്വത്തോട് നേരിട്ടാണ് പറയുകയെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിന് വ്യക്തമായ കാരണമുണ്ടെന്നും തരൂർ വിശദീകരിച്ചു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കേണ്ടതിനാലാണ് താൻ പോകാതിരുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ആയതിനാൽ ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ലായിരുന്നു. KLF-ൽ പങ്കെടുക്കുന്ന കാര്യം KPCC നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും മുൻകൂട്ടി അറിയിച്ചിരുന്നതായും തരൂർ അവകാശപ്പെട്ടു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടി രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ താൻ ഇല്ലെന്നും എന്നാൽ പറയാനുള്ള കാര്യങ്ങൾ നേതൃത്വത്തെ കൃത്യമായി അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തരൂരിന്റെ വിട്ടുനിൽക്കലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രമേശ് ചെന്നിത്തല നൽകിയ മറുപടിയും ശ്രദ്ധേയമായി. തരൂരിന് പാർട്ടിയിൽ യാതൊരുവിധ അതൃപ്തിയും ഇല്ലെന്നാണ് ചെന്നിത്തലയുടെ വാദം. തരൂർ പാർട്ടിയുടെ സജീവ പരിപാടികളിൽ നിന്ന് സാധാരണ നിലയിൽ വിട്ടുനിൽക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിനിടയിൽ ചെന്നിത്തല നടത്തിയ ചില പരാമർശങ്ങൾ തരൂർ അനുകൂലികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തരൂർ ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്നതായിരുന്നു ചെന്നിത്തലയുടെ വാക്കുകൾ. തരൂർ 100% ഒരു പാർട്ടി പ്രവർത്തകനല്ലെന്ന സൂചനയും ചെന്നിത്തല നൽകി. തിരക്കുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള തിരക്കുകൾ കാരണമാകും അദ്ദേഹം യോഗത്തിന് എത്താതെ നിന്ന ലഘൂകരണമാണ് ചെന്നിത്തല നടത്തിയത്. എന്നാൽ 100% രാഷ്ട്രീയക്കാരനല്ല എന്ന പ്രയോഗം തരൂരിനെ തരം താഴ്ത്താനാണെന്ന് വിമർശകർ കരുതുന്നു. തരൂരിനെ പാർട്ടിയിൽ ഒതുക്കാനുള്ള സംഘടിത നീക്കം നടക്കുന്നുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് ഡൽഹിയിലെ സംഭവ വികാസങ്ങൾ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തരൂരിന്റെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് മുതൽ ചില നേതാക്കൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തരൂർ നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടാൻ ലിസ്റ്റുകളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഇതിനെതിരെ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് പരാതിപ്പെടാനാണ് തരൂർ പക്ഷത്തിന്റെ നീക്കം. രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും കേരളത്തിലെ ഗ്രൂപ്പ് പോര് കൂടുതൽ വഷളാകാനാണ് സാധ്യത. ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടിട്ടും നേതാക്കൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങൾ തുടരുകയാണ്. തരൂർ ഉന്നയിക്കുന്ന പരാതികൾ ന്യായമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം യുവാക്കളും അണികളും കോൺഗ്രസിനുള്ളിലുണ്ട്. അവരെ പിണക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും വിലയിരുത്തുന്നു. തരൂരിന്റെ ജനപ്രീതി പാർട്ടിയുടെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നത് തിരിച്ചടിയാകും. KPCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തരൂരിന്റെ അഭിപ്രായം തേടാതിരുന്നതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. തരൂരിനെ കേവലം ഒരു എഴുത്തുകാരനായി കാണുന്ന ചെന്നിത്തലയുടെ നിലപാടിനോട് തരൂർ എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. പാർട്ടിക്കുള്ളിലെ ശത്രുക്കളേക്കാൾ പുറത്തുള്ള ആരാധകരാണ് തരൂരിന്റെ ശക്തി. കോഴിക്കോട്ടെ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത തരൂരിന് ലഭിച്ച വലിയ സ്വീകരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ തെളിവാണ്. ഇത്തരം ജനകീയ പരിപാടികൾക്കിടയിലാണ് ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തെ അവഗണിച്ചതായുള്ള വാർത്തകൾ വന്നത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് ഈ തരൂർ വിവാദം കല്ലുകടിയാകുന്നത്. അച്ചടക്ക സമിതിയുടെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോഴും നേതാക്കൾ മാധ്യമങ്ങളിലൂടെ വിടുപ്പലക്കുന്നത് തുടരുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തരൂരിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ കേരളത്തിലെ നേതാക്കൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ വിവാദം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന സൂചനയാണ് തരൂരിന്റെ നേതൃത്വത്തോട് പറയുമെന്ന പ്രതികരണം നൽകുന്നത്. വരും ദിവസങ്ങളിൽ AICC അധ്യക്ഷനുമായി തരൂർ നേരിട്ട് സംസാരിച്ചേക്കും.